അങ്ങനെ ആരും ആവശ്യപ്പെടാതെ അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ കരാർ നീട്ടിയതായിട്ട് പ്രഖ്യാപിച്ചു. ആ കാര്യം പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുന്ന പ്രവൃത്തിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സൈനിക മേധാവികളും സംഘങ്ങളും. ലോകത്തെ അതിശയിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തിരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തുണ്ടായത്. നാളത്തെ രാത്രി, അതായത് ഇന്നലെ പറയാണ്, ഇന്നത്തെ രാത്രിയോട് കൂടിയിട്ട് അതിശക്തവും മാരകവുമായിരിക്കുന്ന യുദ്ധമാണ് ഇറാൻ്റെ സർവ്വ മേഖല കേന്ദ്രീകരിച്ചും വരാൻ പോകുന്നത്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും തങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലോകം ഏറെക്കുറെ അങ്ങനെയൊക്കെ പ്രതീക്ഷ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് പുല്ലുവില കൽപ്പിച്ചു, യുദ്ധത്തിന് തയ്യാറാണെന്ന് അവർ പറയുകയും ചെയ്തു. അതോടുകൂടി ട്രംപൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതൊക്കെ വെറും ഒരു ജാട മാത്രമാണ്, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, അവർക്കെന്തോ ഭയമുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. എന്തൊക്കെയാണ് അമേരിക്കയിൽ നടന്നത്, എന്തൊക്കെയാണ് അമേരിക്കയ്ക്ക് വേണ്ടി പാകിസ്ഥാനിൽ നടന്നത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അത് ഇന്നലെയാണ്. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെയാണ്: ഞങ്ങൾ പ്രദർശിപ്പിച്ചതും പരിചയപ്പെടുത്തിയതുമായ ആയുധങ്ങൾ മാത്രമേ അമേരിക്കയും ലോകവും കാണുകയും അറിയുകയും ചെയ്തിട്ടുള്ളൂ. മാരക ആയുധങ്ങളുടെ ഒരു വലിയ പർവ്വത നിര തന്നെ തങ്ങൾ പുറത്തെടുക്കാനുണ്ട്. അതിപ്പോൾ വിശ്രമത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന് തുടർച്ചയായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അതിനെ കൂട്ടി വായിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു ആയുധങ്ങൾ, അത് പ്രത്യേകിച്ച് മിസൈൽ സംവിധാന ലോഞ്ചുകളൊക്കെ പുറത്തിറക്കുന്ന സമയത്ത് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി തന്നെ അത് പ്രദർശിപ്പിക്കുന്നതും അത് പുറത്ത് ഇറക്കുന്നതും പിന്നെ അതിനെ അങ്ങോട്ട് ഈ പരീക്ഷണത്തിന് വേണ്ടി വിടുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങളും വീഡിയോസൊക്കെ അവർ തന്നെ പുറത്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് IRGC ഒക്കെയാണ് അത് പുറത്ത് വിടാറുള്ളത്. അങ്ങനെ പോയി 500 കിലോമീറ്റർ ദൂരപരിധി, അത് 1000-ആയി, 1500-ആയി, 2000-ആയി, അങ്ങനെ നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ 10,000 കിലോമീറ്റർ ദൂരപരിധി വരെ ഉള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്ന് ഏറെക്കുറെ അവർ തന്നെ പറഞ്ഞതാണ്. എന്നാൽ തങ്ങൾ പറയാത്തതും ഇതുവരെ ലോകം കാണാത്തതുമായിരിക്കുന്ന മാരക പ്രഹര ശേഷിയുള്ള ആയുധങ്ങൾ വിശ്രമത്തിലാണ്, തങ്ങൾ അതിനെ പുറത്തിറക്കും എന്നുള്ളതാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ തലച്ചോറിന് നേരെ കാഞ്ചി വലിച്ചിരിക്കുകയായിരുന്നു ഇറാൻ്റെ IRGC സംഘം എന്നുള്ളത് കൃത്യമാണ്. അടപടലം വീണുടയുന്ന ട്രംപിനെയാണ് ഇന്നലത്തെ രാത്രി ലോകം കണ്ടത്. അതിനു മുൻപുള്ള സ്ഥിതി കാര്യങ്ങളെ പോലെ അല്ല ട്രംപ് പിന്നീട് സംസാരിച്ചത്. സമാധാന വാഹകൻ സ്വന്തമായിട്ട് തന്നെ നിലപാട് പറഞ്ഞു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ ട്രംപിൻ്റെ പ്രസ്താവനകൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പൊക്കെ നടത്തിയിരിക്കുന്ന പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഒരു ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കാഠിന്യം കൂടിയതും കനമുള്ളതുമായിരിക്കുന്ന വാക്ക് പ്രയോഗമാണ് ഇറാനെതിരെ ട്രംപ് നടത്തിയത് എന്ന് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞ സിവിലൈസേഷൻ എന്ന് പറയുന്ന സംവിധാനം, സിവിലൈസേഷൻ എന്ന് പറയുന്ന ഇറാൻ്റെ ആ സാംസ്കാരിക നിലയം അപ്പാടെ നിലം പൊത്തുന്ന രീതിയിലുള്ള ആക്രമണം വരാൻ പോകുന്നു ഇന്നത്തെ രാത്രി. മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് അത് പിശാചിൻ്റെ നരകമാക്കി ഇറാനെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജ്യം കത്തി അമരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈദ്യുത നിലയവും എണ്ണപ്പാടും തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിഫൈനറിയും പാലവും ഈ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട സംഭരണ മേഖലയും തകർക്കുമെന്ന് മാത്രമല്ല, ഭരണ സംവിധാനം തലങ്ങും വിലങ്ങും ഓടി ഒളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. IRGCക്ക് നിൽക്കക്കളില്ലാത്ത രീതിയിൽ രാജ്യം വിടേണ്ടി വരും. ഓരോരോ ദിവസവും വ്യത്യസ്തമായിരിക്കുന്ന പ്രസ്താവനകളായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഒന്നും നടന്നിട്ടില്ല. അവർ പ്രസ്താവന ഇറക്കിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് മാറിയിരിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ അവരുടെ ഏറ്റവും വലിയ നാണക്കേടായിട്ട് തന്നെയാണ് വിവരിക്കുന്നത്. ഇങ്ങനൊരു പ്രസിഡന്റ് ലോകത്ത് അമേരിക്കക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സമാധാന കരാർ ഉണ്ടാക്കുന്നത് വരെ വെടിനിർത്തൽ തങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ്. നിശ്ചയിച്ചിട്ടില്ല എത്ര തീയതി എന്നുള്ളത്. സാധാരണഗതിയിൽ 10 ദിവസം, 15 ദിവസം, അല്ലെ 6 ദിവസം, 8 ദിവസം ഒക്കെ പറയാനുണ്ടല്ലോ. ഇപ്പോൾ പരിധിയില്ലാത്ത രീതിയിലുള്ള സമാധാന കരാർ അത് തുടരുകയാണ് എന്ന തരത്തിലും ഏത് സമയത്താണോ ഇറാന് മനംമാറ്റം വന്നിട്ട് സമാധാന കരാർ ഉണ്ടാക്കാൻ വേണ്ടി തങ്ങളോടൊപ്പം ചേരുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് വരുന്നത് അതുവരെ എന്ന് പറയുന്ന സമയത്ത് ഇതിനൊരു പരിധിയില്ല. എന്തിനാണ് തങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നതിനെക്കുറിച്ചൊരു വിശദീകരണ കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പുറത്ത് വിട്ടിട്ടുണ്ട്. അതേ പറയുന്നത് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ്റെ പരിഗണന തങ്ങൾ അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്?
തങ്ങൾ ഈ കാലാവധി, അതായത് സമാധാന കരാറുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ കാലാവധി ഇന്ന് തീരുന്നത് നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഷഹബാസ് ഷെരീഫും അസീം മുനീറും ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും തന്നോട് നിരന്തരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇതിൽ ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് നിഗൂഢമായിരിക്കുന്ന ചില രഹസ്യങ്ങൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അതിൻ്റെ ഉറവിടം തേടിയാൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. ഇത് അമേരിക്കക്ക് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ഇസ്രായേലും സംബന്ധിച്ച കാര്യമാണ്. തങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറം എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ ഉള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത്. ഹോർമസ് കടൽ ഉപരോധം അവസാനിപ്പിക്കുകയില്ല എന്ന് അദ്ദേഹം അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം കുറച്ച് കാര്യങ്ങളും കൂടി വിശദീകരിക്കുന്നുണ്ട്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമസിൽ ഇറാൻ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഥവാ ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട ഉപരോധം തങ്ങൾ പിൻവലിച്ചാൽ പിന്നീട് ആ മേഖലയിലൂടെ നിരന്തരം കപ്പലുകളുടെ പ്രവാഹം തന്നെ നടക്കും. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് ഞങ്ങൾക്ക് ബോംബ് വർഷം നടത്തേണ്ടി വരും. മാത്രവുമല്ല, ഇറാൻ്റെ നേതാക്കന്മാരെ, ഭരണസാരിത്യമുള്ള നേതാക്കന്മാരെ വധിക്കേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെടിനിർത്തൽ കാലാവധി നീട്ടിയാൽ പിന്നെ യുദ്ധത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ ട്രൂത്ത് സോഷ്യലിൻ്റെ മറ്റൊരു പേജിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: $500 മില്യൺ ഓരോരോ ദിവസം പെർ ഡേ ഹോർമുസ് വഴി ഇറാൻ കച്ചവടം ഇനത്തിൽ സംഭരിച്ചു വെക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. $500 ഒരു ദിവസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാസത്തേക്കും വർഷത്തേക്കും കൂട്ടുന്ന സമയത്ത് ഭീമമായിരിക്കുന്ന ഒരു സംഖ്യയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു സാമ്പത്തിക മുന്നേറ്റം ആ രാജ്യത്തിനുണ്ടാകുമ്പോൾ അവിടെ മൂല്യത്തകർച്ച പരിഹരിക്കാൻ മാത്രം ഈ ഒരു സംഭവം മതിയാവും. അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ തങ്ങളുടെ ഉപരോധത്തെ അതിജീവിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്ന് അമേരിക്ക ഭയപ്പെടുന്നു. ഇറാനിൽ സൈനികരും, രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനിൽ സൈനികരും സർക്കാരും അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു. ഇവർക്കൊരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് വെടിനിർത്തൽ കാലാവധി തങ്ങൾ നീട്ടിവെക്കുന്നത്. ഈ കാര്യം തങ്ങളോട് ഷഹബാസ് ഷെരീഫും അസീം മുനീറും തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന പരിസ്ഥിതി വ്യത്യസ്തമായ രീതിയിൽ അവിടെ ഈ സമാധാനകാംക്ഷികളായിരിക്കുന്ന ഭരണ സംവിധാനത്തിൽപ്പെട്ട ചിലരും എന്നാൽ തീവ്ര ചിന്താഗതിയുള്ള, അതായത് ഒരു തരത്തിലും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അമേരിക്കയും ഇസ്രായേലിനെയും പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ തരത്തിൽ അവരെ കാണരുത് എന്ന് ചിന്തിക്കുന്നവരുമായി രണ്ട് വിഭാഗമായിട്ട്, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായമായിട്ട് അവിടെ നിലനിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സമാധാനം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ശാന്തമായ രീതിയിൽ പ്രശ്നപരിഹാരം തേടുകയും എല്ലാവർക്കും അവിടേതായിരിക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന രീതി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം വേണമെന്ന് പറയുകയും അതേക്കുറിച്ച് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ബോധനം നൽകുകയും ചെയ്യുന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി. ആയത്തുള്ള അലി ഖംനായി എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണനായിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ അവസാനത്തെ വാക്കാണ്. അതിന് മേലെ കോടതിക്ക് പോലും വാക്കില്ല. സുപ്രീം കോടതിയുടെ മേലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യവും വലിയ ഗൗരവമുണ്ട്. ആ നേതൃത്വത്തെ, അയാൾ മാത്രമല്ല, അയാളോടൊപ്പം തന്നെ ഏകദേശം 20 മുതൽ 40 വരെ ഏറ്റവും ശക്തരായിരിക്കുന്ന അത്യാവശ്യം പ്രായമുള്ള ആളുകൾ, പ്രായാധിക്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മിതത്വത്തെക്കുറിച്ച് ആലോചിക്കും. അതിന് താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അക്രമ സ്വഭാവം അല്ലെങ്കിൽ തീവ്രമായ ചിന്താഗതി ഉള്ളവരായിരിക്കും. അപ്പോൾ സമാധാനകാംക്ഷികളായിരിക്കുന്ന ഒരു തലമുറയെ തന്നെ അമേരിക്ക ഇല്ലാതാക്കി ഇസ്രായേലിനോടൊപ്പം. അങ്ങനെ ആ സമയത്ത് പിന്നീട് സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ലാതെ പോയി. യഥാർത്ഥത്തിൽ ഇറാൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മെസൂദ് പെഷഷ്കിയാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ നിലപാടുകൾ അങ്ങനെ തന്നെ അപ്പടി IRGC സ്വീകരിക്കുന്നൊന്നുമില്ല. നമുക്കറിയാം, ഗൾഫ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്രമിച്ചത് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പക്ഷേ ചിലതൊക്കെ ആകാശത്ത് നിന്ന് ഇതിനെ നശിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊട്ടിപ്പിക്കുന്ന സമയത്ത് എന്നുണ്ടാകും, അതിന് കഷ്ണങ്ങൾ ചെതറിക്കൊണ്ട് രാജ്യത്തേക്ക് വീഴും. അങ്ങനെ രാജ്യത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 8-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കതിന് ഖേദമുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിച്ച് മണിക്കൂറുകൾക്കകം IRGC തിരുത്തു കൊടുത്ത് തീർച്ചയായിട്ടും അറേബ്യൻ രാജ്യങ്ങൾ ഞങ്ങൾ വീണ്ടും ആക്രമിക്കുന്നതാണ്. അവിടെ നിന്നാണ് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. തങ്ങളെ ആക്രമിക്കുന്ന രാജ്യവും തങ്ങളൊക്കെ ആക്രമിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന രാജ്യവും ഞങ്ങളുടെ ശത്രുരാജ്യം തന്നെയാണ് എന്ന് ഒരു തിരുത്തൽ വന്നു എന്ന് പറയുന്ന സമയത്ത് മിതത്വത്തിൻ്റെ മേലെ ആക്രമണത്തിൻ്റെ സ്വഭാവമുള്ള വിഭാഗങ്ങൾ അധികാരം ആരായുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിരി. അങ്ങനെ വരുന്ന സമയത്ത് എന്തുണ്ടാവുമെന്നറിയോ? അവിടെ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവാനുള്ള സാധ്യത. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിന് വേണ്ടിയിട്ട് യഥാർത്ഥ അമേരിക്ക കാത്തിരിക്കുകയാണ്. അമേരിക്ക ഒരു വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മറ്റൊരു രാജ്യത്ത് പോയിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇറാൻ എന്ത് ചെയ്യണം? ഇവിടെ അങ്ങോട്ട് എത്തണം. 20,000-ലധികം
സുരക്ഷാ സംവിധാനത്തിൻ്റെ വലയത്തിലാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമാബാദിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ തീരുമാനിച്ചത്, അമേരിക്കയുടെ അനുമതിയോടുകൂടി. പക്ഷേ ഇറാൻ അങ്ങോട്ട് പോകുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനമില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും നിലപാടിൽ നിന്ന് മയം വരുത്താതിരിക്കുകയും തങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗവുമായി ചർച്ച ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വ്യവസ്ഥ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഹോർമുസ് കടലിനോട് ചേർന്നുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്യുന്നത്, അവിടെ ഉപരോധം പ്രഖ്യാപിച്ചത്. അത് തന്നെ നിയമവിരുദ്ധമാണ്. ആദ്യം അത് നീക്കി എന്നിട്ട് നമുക്ക് ചർച്ചയ്ക്കാവാം എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഇറാൻ്റെ നിലപാട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്കയുടെ തലച്ചോറ് എത്രത്തോളം ഉണ്ടോ, എത്രത്തോളം ശക്തമാണോ, എത്രത്തോളം ചിന്തിക്കുന്നുണ്ടോ, അതിനപ്പുറം ചിന്തിക്കാൻ വേണ്ടി കരുത്തും ശക്തിയുമുള്ള വിഭാഗമായി യഥാർത്ഥത്തിൽ ഇറാൻ്റെ IRGC മാറിയിരിക്കുന്നു എന്നതാണ്. അതാണ് അമേരിക്കയുടെ തലച്ചോറിന് നേരെ കാഞ്ചി വെച്ച് കുത്തിരിക്കുകയാണ്, ഏത് സമയത്തും പൊട്ടിക്കാവുന്ന തരത്തിൽ. അമേരിക്ക ആണെങ്കിലോ അടപടലം വീണൊടിഞ്ഞിരിക്കുന്ന ദയനീയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് ലോകം മനസ്സിലാക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന സത്യം.